ബാച്ചിലർ ലൈഫ് അറമാദിച്ചിരുന്ന നാളുകളിൽ ഒരു ബന്ധുവീട്ടിൽ കല്യാണത്തലേന്ന് പോയപ്പോൾ കല്യാണപ്പന്തലിൽ ഓടി നടന്നിരുന്ന ഒരു സുന്ദരിയെ ശ്രദ്ധിച്ചിരുന്നു. അവൾ അകത്തേക്ക് പോകുന്നത് കണ്ട് ഞാനും പിറകെ ചെന്നു. അകത്ത് ചെന്നപ്പോൾ കല്യാണ പെണ്ണിന്റെ കൂട്ടുകാരികൾ ഘോരമായ ചർച്ചയിലാണ്. മൈലാഞ്ചിയിടാൻ അറിയുന്ന ആരെങ്കിലും ഉണ്ടോ? എന്നെ കണ്ടതും കല്യാണപ്പെണ്ണ് ഉറക്കെ പറഞ്ഞു, ദേ ചേട്ടായി വലിയ ആർട്ടിസ്റ്റാ, മൈലാഞ്ചിയിടാൻ ചേട്ടനെ കഴിഞ്ഞേ ആളുള്ളൂ. സത്യത്തിൽ ജീവിതത്തിൽ ഇതുവരെ മൈലാഞ്ചി കൈകൊണ്ട് തൊട്ടിട്ടില്ലെങ്കിലും അവൾ അത്രയും ബിൽഡപ്പ് തന്നതുകൊണ്ട് ഞാൻ പെട്ടെന്ന് വശംവദനായി. പക്ഷേ നേവിക്കാരനായിരുന്നതുകൊണ്ട് ആ പെൺകുട്ടികളുടെ കൈകളിൽ കപ്പലും ഹെലികോപ്റ്ററും ഒക്കെയാണ് മൈലാഞ്ചി ഇട്ട് കൊടുത്തത്. പക്ഷേ ഞാൻ നോക്കി വെച്ച ആ സുന്ദരിയെ മാത്രം അവിടെ എങ്ങും കണ്ടില്ല. എന്നാൽ കുറച്ചു കഴിഞ്ഞപ്പോൾ കഥ മാറി. ആ വീട്ടിലെ സകല അമ്മച്ചിമാരും മൈലാഞ്ചി ഇടാൻ കൈ നീട്ടി വന്നു. എന്നെ അവിടുന്ന് അനങ്ങാൻ സമ്മതിച്ചില്ല നാശങ്ങള്. അവസാനം പ്രായമായ പഴയ കോൺഗ്രസ്സുകാരിയായ വീട്ടിലെ വല്യമ്മ കൈനീട്ടിയപ്പോൾ സഹികെട്ട് ഞാൻ ആ കയ്യിൽ അരിവാൾ ചുറ്റിക നക്ഷത്രം വരച്ചു കൊടുത്തു. ഊണ് കഴിക്കാൻ വന്നിരുന്നപ്പോൾ തൊട്ടടുത്തിരുന്ന പയ്യനോട് പെട്ടെന്ന് കൂട്ടായി. ഞങ്ങൾ കാര്യമായി ലോകകാര്യം പറയുന്നതിനിടെ മുമ്പ് കണ്ട സുന്ദരി പെട്ടെന്ന് ആ വഴി വന്നു. ഞാൻ അവനോട് സ്വകാര്യമായി ചോദിച്ചു, ആ കൊച്ചു കൊള്ളാലേ? അവൻ തലയാട്ടിയപ്പോൾ ഞാൻ കൂടുതൽ താല്പര്യത്തോടെ അവനോട് പറഞ്ഞു, മോനെ അവളെ ഒന്ന് വളയ്ക്കണം, നീ ഒന്ന് സഹായിക്കണം. അവൻ പെട്ടെന്ന് രൂക്ഷമായി എന്നെ നോക്കി. അവളെന്റെ പെങ്ങളാണ് ഹേ. ചമ്മി നാറിയ എനിക്ക് വിളമ്പി വെച്ചത് തിന്നാനും പറ്റിയില്ല, അപ്പുറത്തും ഇപ്പുറത്തും ആളുള്ളത് കൊണ്ട് ഇറങ്ങി ഓടാനും പറ്റിയില്ല. ഹാപ്പി ഡ്രോയിങ്, സനീഷ് ദിവാകരൻ.